എറണാകുളത്ത് ആദ്യഘട്ടത്തിൽ എയർ ഹോണുകൾ നശിപ്പിക്കാൻ ഉപയോഗിച്ച റോഡ് റോളറിന് മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് കോൺഗ്രസ്. മോട്ടോർ വാഹന വകുപ്പിനെയും ഗതാഗത വകുപ്പ് മന്ത്രിയെയും പരിഹസിച്ച് വ്യാപക പോസ്റ്റുകളാണ് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നത്. ശബ്ദ മലിനീകരണം തടയാൻ വായു മലിനീകരണമാകാമോ എന്നാണ് ഉയരുന്ന ചോദ്യം. രാഗിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആർക്കായാലും ആ ഒരു തോന്നലൊക്കെ ഉണ്ടാവാറുണ്ട്. ശബ്ദ മലിനീകരണം തടയാനായി പരിസ്ഥിതി മലിനീകരണം ആവാമോ എന്നത്. ഈ മലിനീകരണ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നാണല്ലോ ഇപ്പോൾ കോൺഗ്രസിന്റെ ആരോപണം. എന്താണ് വിശദ വിവരങ്ങൾ? നേരത്തെ മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എയർ ഹോൺ വേട്ടയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് ഇറങ്ങിയത്. അങ്ങനെ ഒട്ടനവധി എയർ ഹോണുകൾ പിടിച്ചെടുത്തിരുന്നു. ഇത് നശിപ്പിക്കുന്ന നടപടികളും തുടങ്ങിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളല്ല, പക്ഷേ അതിനു മുൻപ് ആദ്യഘട്ടത്തിൽ നശിപ്പിച്ച എയർ ഹോണുകളുണ്ട്. അങ്ങനെ എയർ ഹോൺ നശിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു റോഡ് റോളറുണ്ട്. അത് KL 4P4925 എന്ന നമ്പറിലുള്ള റോഡ് റോളറാണ്. ആ വാഹനത്തിന് പൊല്യൂഷൻ, ആ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ശക്തമായിട്ടുള്ള ആരോപണവുമായി വിമർശനവുമായി ഉന്നയിക്കുന്നത്. അതിൻ്റെ രേഖകളടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ, പ്രത്യേകിച്ചും ജ്യോതികുമാർ ചാമക്കാല അടക്കം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ജൂൺ 4-ന് രേഖകൾ പ്രകാരം ജൂൺ 4-ന് ഇത് അവസാനിച്ചിട്ടുണ്ട്. അത് പുതുക്കിയിട്ടില്ല. അതായത് ജൂൺ 4-ന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള മാസങ്ങളിൽ പൊല്യൂഷൻ ഇല്ലാതെയാണ് ആ റോഡ് റോളർ ഓടിയത് എന്നതാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ ശരിവെക്കുകയാണെങ്കിൽ ഈ ആരോപണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും അതിന് മോട്ടോർ വാഹന വകുപ്പ് മറുപടി പറഞ്ഞേ മതിയാവും. കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു നിയമലംഘനം തടയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, അങ്ങനെ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അതിനെ പരിഹരിക്കുന്ന ഭാഗമായിട്ടുള്ള മറ്റൊരു നിയമ നടപടി തന്നെ, അല്ലെങ്കിൽ മറ്റൊരു ചട്ടലംഘനം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നത്. ശബ്ദമലിനീകരണം തടയാൻ വായുമലിനീകരണമാകാം എന്ന തരത്തിലുള്ള ടാഗോട് കൂടിയാണ് കോൺഗ്രസ് നേതാക്കളടക്കം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഇതുവരെ മോട്ടോർ വാഹന വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വ്യാപകമായി തന്നെ ഇത്തരത്തിൽ എയർഹോണുകൾ നശിപ്പിച്ചു. പക്ഷേ ആ വാഹനമല്ല, മറിച്ച് അതിനു മുൻപ് ഇത്തരത്തിൽ എയർഹോണുകൾ നശിപ്പിക്കാൻ ഉപയോഗിച്ച റോഡ് റോളറിനെ കുറിച്ചാണ് ഈ ആക്ഷേപവും ആരോപണവും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും അത് വലിയ വിമർശനമായി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഉയർന്നിരിക്കുകയാണ്. ശരി.